അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു ഞായറാഴ്ചയും കൂടിയിരിക്കാനൊക്കെ കഴിഞ്ഞു. പഠിച്ചവനെ ഇരുട്ടും ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കരവും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാം പഠിച്ചവന് കണ്ടറിയണവനാണ്, ഹൃദയത്തിലുള്ള ഇതറിയണതാണ്, സമീപസ്ഥനാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഓരോ വിഷയങ്ങൾ ഇപ്പോൾ നേരത്തെ സഫീർ സംസാരിച്ച പോലെ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ വീടുകളിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് ഈ പഠിച്ചവൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ എങ്ങനെയുണ്ട്, അവരും പഠിച്ചവനോടുള്ള ബന്ധങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ഒരു 160 കിലോമീറ്ററൊക്കെ ഉണ്ട് തോന്നുന്നു, കണ്ണൂരിൻ്റെ ഒരു ഭാഗത്ത് മട്ടന്നൂർ ഭാഗത്ത് രജിസ്റ്റർ ചെയ്ത ഭർത്താവ് മരിച്ചുപോയ ഒരു അപകടത്തെ തുടർന്ന് ഭർത്താവ് മരിച്ചുപോയി. 3 ചെറിയ കുട്ടികളും കൊണ്ട് ഒരു സഹോദരി കണ്ണൂർ ജില്ലൻ്റെ ഒരങ്ങേ തലക്കുന്ന് ഇവിടെ വന്നിരുന്നു. സത്യത്തിൽ അത്ര ദൂരത്തൊന്നും ഈ ഭാഗത്തേക്ക് തൃശ്ശൂർ, പാലക്കാട്, ഗുഡല്ലൂരൊക്കെ വരുന്നുണ്ടെങ്കിലും കണ്ണൂർ ഭാഗത്തുനിന്ന് ഇവിടെ ആരും അങ്ങനെ വരാറില്ല. ഏതായാലും ആ സ്ഥലത്തുനിന്ന് പോയി സൈലുടി സാഹിബ് ഞാനും സഫീറും കൂടി ഏകദേശം കണ്ണൂർ ജില്ലയിൽ കിടന്നപ്പോൾ ഓനോട് പറഞ്ഞു, ഇവിടെ മുമ്പ് ഞാനും നിങ്ങളും താത്തയും കൂടി ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓർഫൻകളിൽ സഹോദരി ഉണ്ട്, അവരെ വർത്താനം തന്നു. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, പിന്നെ എനിക്ക് പേര് ഓർമ്മയില്ല, ആയിഷനെ വിളിച്ചിട്ട് പറയാൻ. അപ്പോൾ ആയിഷ വിളിച്ച് ഇപ്പം ഇങ്ങനെ ഒരു കുടുംബം ഉണ്ട് അവിടെ, എന്നെ വിളിക്കാൻ വരെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പോണ ഒരു 4 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ വീടുള്ളത്. അപ്പം അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളോട് ഉണ്ട് പറഞ്ഞപ്പോൾ. 2-3 കൊല്ലത്തോളമായി നമ്മളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര റാഹത്തായി. ഞങ്ങളാ വഴിക്ക് പോകണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ചായയൊക്കെ തരാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറി. ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സഹോദരി, അതിൻ്റെ വാപ്പ രോഗിയാണ്, ഉമ്മ മറ്റൊരു രോഗിയാണ്, മക്കൾ 3 ചെറുതാണ്, പിന്നെ അവിടെ സഹോദരങ്ങൾ കൂടെയാണ്, വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ചായയൊക്കെ തന്ന് സംസാരം മതി, എന്താ സ്ഥിതി, റാഹത്തന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ വാപ്പ ഒരു ചെറിയ അസുഖമായിട്ട് കിടക്കണം, എന്തൊരു പരിക്കും പറ്റിയടുത്ത് പ്രയാസമാണെന്ന് പറഞ്ഞ് തീർത്ത്. ഉമ്മ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോഴേക്ക് മകൾ ഉമ്മാൻ്റെ തൊള്ള പൊത്തിയേക്കാണ്, പറയണ്ടമ്മ എന്ന്. അപ്പോൾ പറഞ്ഞോളി കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും ഒരു ഭയപ്പാടോട് കൂടിയിട്ടാണ് പറയണത്. ചില വീട്ടിൽ നിൽക്കാൻ സമാധാനമില്ല കുട്ടിക്ക്, അവിടെ വേറെയും അംഗങ്ങളുണ്ട്. കാരണം അവരെ വാടക കൊടുത്തിട്ട് അവരെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. ഇവിടെ നമ്മൾ 4000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ ഉമ്മ പണിക്കുമുണ്ട്. അപ്പോൾ ആ വീട്ടിൽ ആ കുട്ടിക്ക് നിൽക്കാനൊരു സമാധാനമില്ല. പക്ഷെ രണ്ടാളെയും മുഖഭാവം കണ്ട് വളരെ സങ്കടമായപ്പോൾ ശരി ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം, എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു, ഒരു 4 സെൻറ്റ് സ്ഥലം ഇവിടെ കണ്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഭർത്താവ് മരിച്ചെന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ആരൊക്കെ ഒരു 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് കുടുംബക്കാരും കൂടെ പഠിച്ചവരൊക്കെ പറഞ്ഞിരുന്നു. അത് കിട്ടിയിട്ടില്ല, അത് കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ് പറഞ്ഞത്. 8 ലക്ഷം രൂപ വരും. അപ്പോൾ നമ്മൾ കുറച്ചെന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കായിരുന്നു. പക്ഷെ പോരാ നേരത്ത് വീണ്ടും വരെ മുഖം ആ ദൈന്യത കലർന്ന ആ ഒരു പ്രയാസം, ആ മുഖമൊക്കെ കണ്ടപ്പോൾ ആ താത്താരുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കൂടെ വരി, ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം കാണാൻ പോയി. സ്ഥലം കാണാൻ പോയപ്പോൾ കുഴപ്പമില്ലാത്ത 4 സെൻറ്റ് സ്ഥലം. അപ്പം പ്രതീക്ഷ ഒന്നും വേണ്ട, ഞങ്ങൾ പഠിച്ചുകൊണ്ട് ദൂരമൊന്നുമില്ല, പഠിച്ചവനൊരു തുറവുണ്ടാക്കി തരും. ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ കാണാൻ വന്നതല്ല, മട്ടന്നൂർ പോണ വഴിയിൽ പിന്നെ ഇവൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ മോളെ വിളിച്ചിട്ട് നമ്പറൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ വിളിച്ചത്. നിങ്ങൾ ഏതായാലും നോക്കി നമ്മളോടും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോടും പറഞ്ഞു. ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളെ ചർച്ച എന്താ വെച്ചാൽ, ഇവർ ആ കുട്ടി, ഈ പെൺകുട്ടിക്ക് ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകൾ പോലും ഞങ്ങളോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ലാതെ, അത് ഉമ്മ പറയുമ്പോൾ ഉമ്മാനെ തൊള്ള പൊത്തിയേക്കുന്നൊരു മനസ്സ്. കാരണം ആ വീട്ടിൽ കാരണം ഭർത്താവ് മരിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരൽ വാപ്പാൻ്റെ അടുത്തേക്കാണ്. വാപ്പാക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ വാപ്പക്ക് എന്തായാലും മക്കൾ തന്നെയാണല്ലോ. പക്ഷേ ആ വാപ്പ കിടപ്പിലായി, പിന്നെ ഉമ്മയാണല്ലോ, ഉമ്മ രോഗിയായി എങ്കിൽ പിന്നെ വരണ മകളെയും കുട്ടികളെ സ്ഥിതി പറയാനില്ലല്ലോ. അവിടെ വേറെ ആരെങ്കിലേക്കാരും പിന്നെ ഭരിക്കുക. അതൊന്നും ഇപ്പോൾ നേരാക്കാൻ ചിലപ്പോൾ ഈ മറ്റംഗങ്ങൾക്ക് സാധിച്ചോളന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ ചർച്ചയിൽ
തീരുമാനിച്ചു നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഉടമനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ ഈ പെൺകുട്ടീനെ വിളിച്ച് ആ സ്ഥലത്തിൻ്റെ ഉടമനെ ഇവരോട് എന്ത് പറഞ്ഞാലും പറഞ്ഞ് ഇവരായതുകൊണ്ടാണ് 8 ലക്ഷത്തിന് കൊടുക്കുന്നത്, വേറെ ആരെങ്കിലും അധികം കിട്ടും, എനിക്ക് പൈസൻ്റെ ആവശ്യമുണ്ട്, ഇവർ ഇല്ലാത്ത കുട്ടികളല്ലേ അതുകൊണ്ട് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കാറിലിരുന്ന് ഒരുപാട് സങ്കടം വരെ പ്രയാസമൊക്കെ പറഞ്ഞു കൊടുത്ത് 1 സെൻറ്റിന് 10 രൂപ കുറച്ച് തരാം, 7.60 4 സെൻറ്റ് സ്ഥലം തരാം. അപ്പോൾ കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ അയാളെ വീട്ടിൽ പോയി. അങ്ങനെ സംസാരിച്ച് പിന്നെ അയാൾ ഇതിലധികം കുറയില്ല. സേവ്സ് ഒരു 5000 രൂപ എടുത്ത് അഡ്വാൻസ് കൊടുത്തു. അഡ്വാൻസ് കൊടുത്തതിൻ്റെ ശേഷം ഈ പെൺകുട്ടീനെ തിരിച്ച് വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഏട്ടൻ്റെ വീട്ടിലുണ്ട്, ഇങ്ങോട്ട് വരികയാണ്. അവർ വന്നു. അപ്പോൾ അഡ്വാൻസ് കൊടുത്ത് ഇവരൊന്നും ആ കുട്ടി അറിയില്ല. അപ്പം അഡ്വാൻസ് കൊടുത്ത് പറഞ്ഞപ്പോഴേ ആ കുട്ടി ആ അമ്മ പണിക്ക് പോയതാണ്. നമ്മളെ ഉറപ്പിലുള്ള ഈ ഭർത്താവ് മരിച്ച സഹോദരി ആ വീട്ടിൽ നിന്ന് ഒരു നിയന്ത്രണം വിട്ട് പൊട്ടിക്കരുന്ന രംഗമുണ്ടായത്. അവരുടെ നമ്മളെ കൂടെ പെണ്ണുങ്ങൾ ആരും ഇല്ലയാണ് ഒന്ന് ആശ്വസിപ്പിക്കാൻ. അവിടെ ആ വീട്ടിൽ ആ ഏട്ടൻ്റെ ഭാര്യയില്ല, ഏട്ടൻ്റെ മകൻ ഗൾഫിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്ന് പിടിച്ച് നിർത്തിയിട്ടൊന്ന് സമാധാനിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ സ്ഥലത്തിന് വേണ്ടി 5000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അത് ശരിയായിക്കോളും, നിങ്ങൾ പഠിച്ചുകൊണ്ട് നന്നായിട്ട് തോന്നി ഒരു വഴി പഠിച്ചുണ്ടാക്കി തരും. അപ്പോൾ ഈ 5000 രൂപ അഡ്വാൻസ് കൊടുത്ത് വരും. അതിനോട് ചോദിച്ചിട്ടല്ല നമ്മൾ കൊടുത്ത്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളും, അതൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അവരിങ്ങനെ ഞങ്ങളെ കണ്ണുക്ക് നോക്കി കാര്യമാണല്ലോ, എല്ലാവർക്കൊന്നും പറയാൻ കഴിയില്ല. ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. ഏട്ടനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് നിങ്ങൾക്ക് പൈസ തരും, നിങ്ങൾ ഈ കുട്ടികളെ 3 പെൺകുട്ടികളെയും ഇവളെയും കൂടിയും പേരിൽ സ്ഥലം എഴുതി കൊടുക്കണമെന്ന്. തിരിച്ചു പോരുമ്പോൾ സേവ്ഡ് സാഹിബിൻ്റെ കൂടെ അജ്ജിന് ഉണ്ടായിരുന്ന ആ കണ്ണൂർ ജില്ലയിലെ ഒരു സഹോദരൻ്റെ വീട്ടിൽ വെറുതെ വിളിച്ചപ്പെടേണ്ടി അവിടെ കയറി ചായയും ചോറൊക്കെ തിന്ന് അവിടെ കുറച്ച് പൈസ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന വഴിയിൽ ഓരോ ആളുകളും വിളിച്ചു. ഞങ്ങളിങ്ങനെ യാത്രയിലാണ് ഇങ്ങനെ പോകുന്നു. ഒരു 6 സെൻറ്റ് 6 ലക്ഷം ഉറുപ്പ്യ വേണം. അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിയപ്പോൾ തന്നെ പകുതി പൈസയായി. പിറ്റേന്നൊക്കെ ആയവരോട് കൂടിയിട്ട് അതിന് കൊടുക്കാനുള്ള പൈസ ഒക്കെ അൽഹംദുലില്ലാഹ് ആൾക്കാർ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അവിടെ പോയി ആ ഭൂമി 3 കുട്ടികളെയും അവരും പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു വെച്ചാൽ അള്ളാഹു ഓരോ മനുഷ്യന്മാർ ഹൃദയത്തിലുള്ള വേദന ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. ആ വീട്ടിൻ്റെ ഉള്ളിൽ ആ സഹോദരി 3 മക്കൾ അനുഭവിക്കുന്ന വേദന നമ്മോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ സഹോദരിൻ്റെ പ്രാർത്ഥന നെഞ്ഞുരുക്കം കണ്ടൊരു പഠിച്ചവൻ കണ്ടറിയുന്നവനാണ്. അപ്പോൾ ആ വീട്ടിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം ഒരുപാടുണ്ട്. അത് പഠിച്ചവൻ കണ്ടറിയുന്ന വഴിയാണ്. മട്ടന്നൂർക്കുള്ള യാത്രയിൽ മാഹി പ്രദേശത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഷഫീർ തോന്നി കാക്ക അതൊന്ന് ഇങ്ങനെ ആളില്ലായിരുന്നു. അതുകൊണ്ട് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ 2 കൊല്ലം മുന്നേ ഞാനും പെണ്ണുങ്ങളും ഓനും കൂടി ആ വഴി പോയി ആ വീട്ടിലെ ഈ കുട്ടീനെ ഇവിടെ ഓർഫൽ എടുക്കണോ എടുക്കേണ്ട തീരുമാനിക്കാൻ ഞങ്ങൾ പോയതാണ്. ആ ഓർമ്മക്ക് അനുസരിച്ചു. പക്ഷെ പഠിച്ചവൻ അതൊരു സംസാരത്തിൽ കൂടെ ഓനത് ഓർമ്മ വേണ്ട കാര്യമില്ല, അത് പഠിച്ചവൻ്റെ ഒരു തർത്തീവാക്കലാണ്. ഓൻ പറഞ്ഞാൽ തന്നെ ഞാൻ ആഴ്ചനെ വിളിച്ചിട്ട് ആ കുട്ടീനോട് എന്നെ വിളിക്കാൻ പറയുന്നത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ പോണ വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആഴ്ചനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടീനല്ലോ അതിനെ എന്നെ വിളിക്കാൻ പറയുന്നതിപ്പോൾ അടുപ്പുണ്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ പേരിപ്പോഴും എനിക്ക് അതിന് ഓർമ്മയില്ല. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേരും കൂട്ടിയിട്ട് അങ്ങനെ ഓർക്കുക എന്നുള്ളതല്ല. അപ്പോൾ അള്ളാഹ് തർത്തീവാക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ വീടിന് സ്ഥലത്തിന് വേണ്ടി പലരോടും ചോദിച്ചു, പലരും തന്നു, പലരും പിന്നെ തരാറുന്നു. അതിലൊരു സഹോദരൻ പറഞ്ഞു, സ്ഥലം നിങ്ങൾ നോക്കി, വീട് ഞാൻ നോക്കാം, നിങ്ങൾ സ്ഥലം ആ കുട്ടീൻ്റെ പേരിൽ രജിസ്റ്റർ എന്നോട് പറയും, ഒരു ചെറിയ വീട് എടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെന്നെ അറിയിച്ചോളിയാണ്. സത്യത്തിൽ സ്ഥലം രജിസ്റ്റർ കഴിഞ്ഞ് ഇന്നലെ അതൊക്കെ നിരപ്പാക്കി ഇന്ന് ഇൻഷാ അല്ലാഹ് ഇനി ആ തരാറിനെ മനുഷ്യനോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മളെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ അത് നമ്മളെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഏറ്റവും സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കും ഉള്ള സൗകര്യങ്ങൾ കിട്ടാത്ത ഒരുപാട് ആളുകൾ, അപ്പോൾ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അള്ളാഹു ഇടപെടുന്നൊരു രീതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇന്നഹു
ബിക്കുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. ഇങ്ങനത്തെ ഒരു പടച്ചോനെ നമ്മളൊപ്പമുണ്ട്. അപ്പോൾ ഈ പടച്ചോനെ പരിചയപ്പെടുത്തി എല്ലാ കാര്യം കാണുന്ന മനുഷ്യൻ്റെ വേദനകൾ അറിഞ്ഞൊരു പടച്ചോൻ നമ്മളൊപ്പമുണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കലും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കലാണ് നമ്മളെ ബാധ്യത. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യവും ഈ കഴിഞ്ഞ ഞായറാഴ്ച 2 സഹോദരന്മാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ല. ഞങ്ങളൊരു കുടുംബ വീട്ടിലൊരു ടോയ്ലറ്റ് ഉണ്ട്, അതിൽ 3 കുടുംബങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 15ഓളം ആളുകൾ കുട്ടികളും വലിയവരായിട്ട് ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കണം. 3 വീട്ടിലെ കുട്ടികൾക്കും സ്കൂളും മദ്രസക്കും പോകണം. 15 ആൾ ഉപയോഗിക്കുന്ന ഒരു ടോയ്ലറ്റ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ 1-2 ഒക്കെ ഉണ്ടെങ്കിലും 3-4 ആളൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. 15 ആൾ ഒരു ടോയ്ലറ്റ് പോവുക, എന്നിട്ടത് നിറഞ്ഞ് അത് പ്രശ്നമായി പിന്നെ മണ്ണിട്ട് അങ്ങോട്ടായി ഇങ്ങോട്ടായി ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ആ വീട് സ്ഥലം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടതിൽ ഇവരെങ്ങനെ സങ്കടങ്ങൾ കുറേ കേട്ടപ്പോൾ സേലക്കുട്ടി സാഹിബും സഫീറൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഒഴിഞ്ഞ ഭൂമി വരെ ഈ മതിൽ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ കെട്ടിയ ഒരു മറയാണ്. ആ മറൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഒഴിഞ്ഞ ഭൂമി ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് കടലാണ്, മറ്റേ ഭാഗത്ത് കുറേ ഒഴിഞ്ഞ സ്ഥലം. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഞാനങ്ങോട്ട് നടന്നു പോയിട്ട് ഇങ്ങനെ എല്ലാം നോക്കേണ്ട ഇടയിലുണ്ട് ഒരു ചെറിയൊരു കൂര തൊട്ടടുത്ത് തന്നെ. മറൻ്റെ അപ്പുറത്താണ്, ഒരു 15 മീറ്റർ അപ്പുറത്തുള്ളൂ. പക്ഷേ ഈ മറ ഉണ്ടായിട്ട് കണ്ടില്ലേന്. പഠിച്ചവനെ വല്ലാതെ ദ്രവിച്ചു പോയിട്ടുണ്ടല്ലോ റബ്ബേ, എന്താണിത്, ഇങ്ങനെയൊക്കെ ഉണ്ടോ? അത് സാധാരണ നമ്മളൊക്കെ ഒരുവിധം ദ്രവിച്ചതും തുരുമ്പിയതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇത്രയൊക്കെ ദ്രവിച്ച വീട്ടിലും ആളുകൾ ഉണ്ടല്ലോ പഠിച്ചോ. ഇത് ഭാരതീയക്കാരെ വെച്ച് ഞാൻ അയിം നോക്കി കയ്യും കെട്ടിടങ്ങി നിന്ന്. അപ്പോൾ അവിടെ നിന്നൊരു സഹോദരി ഓടി വരുന്നൊരു കുട്ടിയെ വിളിക്കും, ബഷറാക്കെ നിങ്ങളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. പഠിച്ചോനെ അപ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിനല്ല, നിങ്ങൾ ആരാണ് വിളിച്ചത്? നിങ്ങൾ ബഷറാക്കല്ലേ ചോദിച്ചാൽ. ആ ബഷറാക്ക, നിങ്ങൾക്ക് ഇന്നെ അറിയില്ലേ? എൻ്റെ ഉമ്മ സൊക്കടായി കിടന്ന സമയത്ത് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തെ സ്ഥലം പറഞ്ഞു, അവിടെ നിങ്ങൾ വന്നിട്ട് ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി തന്നില്ലല്ലോ. എന്നിട്ട് അത് തറവാട് വീടിന് അത് ആങ്ങൾക്ക് കൊടുത്തു. ആങ്ങളുടെ സ്ഥലമുണ്ട് ഇവിടെ 3 സെൻറ്റ്, അതിൽ ഞാനൊരു ഷെഡ് വെച്ച് കെട്ടിയാണ് ഞാനും എൻ്റെ മാപ്പിളയും വീട്ടിലേക്ക് വന്നതാണ്. നിങ്ങൾക്ക് പിന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ലോകം പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ആ സ്ഥലത്തൊരു ടോയ്ലറ്റ് മുമ്പ് ഒരു 4-5 കൊല്ലം ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുത്തൊരു ഓർമ്മ ഉണ്ടെന്നുള്ളതല്ലാതെ ഈ സഹോദരൻ എനിക്ക് ഓർമ്മ ഇട്ടിട്ടില്ല. അപ്പം ഭയങ്കര അടുപ്പം താത്താൻ്റെ ചോദിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ഇവരെന്നെ കാണാതെ ഇവർ അധിക സമയത്ത് പിന്നെ എന്നെ ഒറ്റക്കിടലുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ കാണാതെ ഇവർ രണ്ടാളും കൂടെ തിരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പെണ്ണിനായിട്ട് ഈ സഹോദരിയിട്ട് വർത്താനം പറയാം. അപ്പോൾ ഓലും നേരെ എൻ്റെ നോക്കണതിലപ്പുറം നോക്കണ ഈ മക്കാണ് നോക്കി. എന്നാൽ പേര് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി കാണുമ്പോൾ ഒരു ദയനീയ രംഗം എന്ന് വെച്ചാൽ ആ വീട്ടിനുള്ളിലൊരുത്തൻ കിടന്നുറങ്ങുന്നുണ്ട്. അവന് 10-24 വയസ്സ്, അവന് ബുദ്ധിയില്ല. അവന് പിന്നെ കിട്ടിയവരാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് തിരിച്ചു വന്ന ഒരു സഹോദരി ചെറുപ്പക്കാരി പെണ്ണും ഉപേക്ഷിച്ചിട്ടില്ല, ഭർത്താവിൻ്റെ ശ്രദ്ധയില്ലാതെ സഹായം ബുദ്ധിമുട്ടൊന്നും കിട്ടാതെ ഇടങ്ങറായിട്ട് തിരിച്ചു വന്നു. 3 ചെറിയ മക്കൾ, 4 വയസ്സിന് താഴെ 3 കുട്ടികൾ. അതും ഈ വീട്ടിനുള്ളിൽ. പിന്നെ ഒരു വാപ്പുണ്ട്, ഉമ്മുണ്ട്, പിന്നെ വേറെ മോനുണ്ട്. ഓനും പണിക്ക് പോകാൻ വയ്യ, വേറെ ചില അസുഖം. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിനുള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8 അതായത് 3 കുട്ടികളും ഒരു അമ്മയും ഒരു വാപ്പിയും മകനും 2 കുട്ടികൾ. അതിൽ 2 ഒരാൾക്ക് നല്ല, ഞാൻ ഷീറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു VRCയിലെ സൈക്കാട്രിക് ക്ലിനിക്കിലെ മരുന്നൊരിക്കണം. അപ്പോൾ ഓനോട് പറയുന്നുണ്ട്, എനിക്ക് ബഷറാക്കാനെ മനസ്സിലായില്ല, നിങ്ങൾ 2ാമത് ചെന്നപ്പോഴാണ് ഇവിടെ വന്നില്ല, നമുക്ക് ഇതുണ്ടാക്കിയതിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2-3 പ്രാവശ്യം അവിടെ പോയി. അപ്പോൾ ഈ ഷെഡൊന്ന് മാറ്റി കെട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഷെഡിൻ്റെ സ്ഥലം ആ സഹോദരൻ്റെ പേരിലായിട്ടില്ല. അപ്പോൾ ആങ്ങളുടെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഒരു 3 സെൻറ്റ് ഞാൻ ഒക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആധാരം എഴുതിക്കൊള്ളി പറഞ്ഞു. ഞാൻ അളവൊക്കെ കഴിഞ്ഞു, നാളെ ഇൻഷാ അല്ലാഹ് എഴുതും. എഴുതിയാൽ നമ്മളെ ₹1 പദ്ധതിയിലെ 10ാമത്തെ വീട് അതിർത്ത് കൊടുക്കാൻ വേണ്ടി കാശിമാക്കാട് പറഞ്ഞു. 9ാമത്തെ വീടിൻ്റെ പണി പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. 10ാമത്തെ വീട് അതായിരിക്കും എന്ന് കാശിമാക്കാൻ്റെ ഏർപ്പാട് ചെയ്ത് അതിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സത്യത്തിൽ ഈ സഹോദരൻ്റെ ഇന്നഹു ബിക്കുല്ലി ഷൈഇൻ ബസീർ, തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. യഥാർത്ഥത്തിൽ ആ സഹോദരിയോട് ഒരു അപേക്ഷ തന്നിട്ടില്ല. സാധാരണഗതിയിൽ ഒരു അപേക്ഷ തരാതെ നമ്മളൊരു വീട്ടിലേക്ക് പോലെയില്ല. 2 ടോയ്ലറ്റ് ഇല്ലാത്ത മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾ കേൾക്കേണ്ട ഇടയിൽ ഒന്നങ്ങോട്ട് മാറി നിന്നപ്പോൾ നോക്കിയാൽ കാണുന്നത് ഒരു കൂരയാണ്. ആ കൂരൻ്റെ ഉള്ളിൽ നെഞ്ഞു പൊട്ടി കഴിയുന്ന ഒരു ഉമ്മയാണ്.
10-25 വയസ്സായി അധ്വാനിക്കേണ്ട ഒരു മകൻ പണിക്ക് പോകണില്ല. 10-22 വയസ്സ് കഴിഞ്ഞ മറ്റൊരു മകന് മാനവരോഗമാണ്. മറ്റോ പണിക്ക് പോകണില്ല, ഓനും ബിജായി തന്നെയാണ്, വേറൊരു അസുഖമാണ്. ആരോഗ്യം ഉണ്ടായിട്ട് അധ്വാനിക്കാതെ നിൽക്കണതല്ല, കയ്യാത്തവനാണ്. പിന്നുള്ളത് വാപ്പയാണ്. ഒരു 10-60 വയസ്സായ വാപ്പ അധ്വാനിച്ചിട്ട് ഇത്രയും ആളുകൾ പോറ്റണം. 1 ഇഞ്ച് ഭൂമി വരെ പേരിലില്ല. ഒരു വരുമാനം അവർക്ക് ഈ ആളത്ത് കിട്ടാതെ വേറെ വരുമാനമില്ല. ആ സമയത്ത് അവിടെ ഒരു നെഞ്ഞുരുക്കുണ്ട്, അവരുടെ മനസ്സിലുള്ളൊരു വേദന ഉണ്ട്. പഠിച്ചവനെ എന്താ കാട്ടുക? ഇതൊരു 3-4 പ്രാവശ്യം ഇപ്പം നമ്മൾ ആ വീട്ടിൽ മാറിപ്പോയി ഈ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കേട്ട പാട് കേൾക്കാത്ത പാതി ഓടാൻ പറ്റില്ലല്ലോ. ആ വിഷയം പഠിച്ചു, ചുറ്റുപാടിൽ നിന്ന് പഠിച്ചു, കുടുംബങ്ങളിൽ നിന്ന് പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഹോദരി. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാൻ. ഇവിടെ ഇപ്പോൾ സത്യത്തിൽ എന്താ നടക്കുന്നത്? അപ്പോൾ ഓരോ മനസ്സിനുള്ളിലുള്ള വേദനകൾ പഠിച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കും. അതേപോലെ മറ്റൊരു സഹോദരി കഴിഞ്ഞ ഞായറാഴ്ച വന്നു, ഭർത്താവ് മരിച്ചു, പ്രായപൂർത്തിയായ 3 പെൺകുട്ടികൾ, ഒന്നിനും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഉള്ള വീട് കടലെടുത്ത് പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും കടൽ കൊണ്ടുപോയാൽ പൈസ കിട്ടുമല്ലോ എന്ന്. പക്ഷെ കടലിന് പൈസ കിട്ടണമെങ്കിൽ ഈ ഭൂമിക്ക് കൃത്യമായ രേഖകളൊക്കെ വേണം. പലപ്പോഴും പരമ്പരാഗതമായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വരുന്ന ഭൂമിയിൽ വേണ്ടത്ര രേഖകളില്ലാഞ്ഞാൽ പൈസ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടില്ല. ആ സഹോദരി പറഞ്ഞെങ്കിൽ ആ പൊളിഞ്ഞാടിയ വീടിൻ്റെ അവിടെ നിന്ന് കെട്ടിയുണ്ടാക്കി തന്നാൽ മതി. പക്ഷേ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ അപ്പുറത്ത് വീട്ടുകാർ ഇന്ന് രാവിലെയും കടൽവിടം വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റാണ് ഈ കാണുന്നതൊക്കെ. ഇനി കുറച്ച് കഴിഞ്ഞ് നാളെ രാവിലെ കടൽ വരും. നല്ല സ്പീഡിലാണ് കടൽ വന്നതെങ്കിൽ തീർത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർ വേറെവിടെയും കൊണ്ടുപോയി സഹായിച്ചാൽ ഞങ്ങൾക്ക് മാറാൻ നിർവാഹില്ല, ഞങ്ങൾ കുടുങ്ങിക്കാണ്, ഇത് പൊളിഞ്ഞാൽ ഞങ്ങളും പോകേണ്ടി വരണം. അങ്ങനെ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ഞായറാഴ്ച ഡോക്ടർ ഞങ്ങളൊക്കെ അവിടെ പോയി നോക്കി. ആ സഹോദരിയായിട്ട് ഇങ്ങനെ സംസാരിക്കും. 3 മക്കൾ, 2 കുട്ടികളുണ്ട്, ഒരു കുട്ടി ക്ലാസ്സൊക്കെ പോയിക്കാണ്. ആ സഹോദരി പറഞ്ഞ ഇടറിയൊരു സംസാരമുണ്ട്. 30 ദിവസം എൻ്റെ വീട്ടിൽ നിങ്ങൾ താമസിച്ചിട്ടാണ് 31ാമത്തെ ദിവസമാണ് ഞങ്ങളൊരു വാടക വയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് തിന്നൂടെ എന്ന് വാടക ഉടമ പറയുന്ന രംഗത്തെ പറ്റി പറഞ്ഞിട്ട് ആ സഹോദരിക്കാരിയാണ്. വാടക ഉടമനെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉപരാവശ്യം നടത്തേണ്ടി വരും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാനില്ലാതെ ഇടങ്ങാറാകണ ആ സമയത്ത് വിങ്ങിപ്പെട്ടൊരു പറച്ചിലുണ്ട്. അതങ്ങൾ വിഷമിക്കാണ്ട് ഇൻഷാ അല്ലാഹ് തീരുമാനമാവും എന്നും പറഞ്ഞ് അവിടെ നമ്മൾ ഒരു 5 സെൻറ്റ് സ്ഥലം വിദ്യാദേശത്ത് കച്ചവടമാക്കി. അൽഹംദുലില്ലാഹ് അതിൻ്റെ രജിസ്ട്രേഷൻ മിഞ്ഞാന്നും കഴിഞ്ഞു. പക്ഷെ അതിൽ ആ സഹോദരനോട് ആരോ പറഞ്ഞ് കേട്ടിട്ടാണ്. നമ്മളാരും ഇവിടെ വീടെടുത്ത് കൊടുക്കാമെന്നോ സ്ഥലമായി കൊടുക്കാമെന്നുള്ളൊരു പരസ്യമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ആ സഹോദരി ആരോ പറഞ്ഞ് കേട്ടു. പഠിച്ചവനെ ഒരു മഹ്റജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പഠിച്ചവരിൽ അള്ളാഹുവിൽ ബര ഏൽപ്പിക്കുന്ന ആളുകൾക്ക് പഠിച്ച റബ്ബ് ഒരു മഹ്റജ് ഉണ്ടാക്കി, ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കുന്ന ഖുർആനിലൊക്കെ നമുക്ക് പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിനെ ബര ഏൽപ്പിക്കാൻ അള്ളാഹു മതിയായവനാണ്. അള്ളാഹു ഓരോ കാര്യത്തിലൊരു മഹ്റജ്, ഒരു തുറവി ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയുന്ന ആയത്തുകളൊക്കെ പൂർത്തീകരണം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ വിഷയം നമ്മൾ 1, 2, 3 ആൾക്കാർ സംസാരിച്ചപ്പോൾ 1 സെൻറ്റിന് ഞാൻ പൈസ തരാറുന്ന ആളുണ്ട്, 1/2 സെൻറ്റിന് തരാറുന്ന ആൾക്കാരുണ്ട്, 3000 റുപ്യ തന്നോലും 5000 റുപ്യ തന്നോലും. അൽഹംദുലില്ലാഹ് ആ സഹോദരൻ്റെ പേരിൽ വെള്ളിയാഴ്ച മിഞ്ഞാന്ന് ആ ഭൂമി രജിസ്റ്റർ ചെയ്തു. മറ്റൊരു സഹോദരൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ആ വീട് ഞാൻ എടുത്തു കൊടുത്തോളാം, അതിനുള്ള ഏർപ്പാട് ചെയ്തോളിയെന്ന്. ഇപ്പം ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയൊക്കെ ആയിട്ട് ആ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അള്ളാഹു ഓരോ മനുഷ്യന്മാരുടെ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാര്യത്തിലും കുറച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ അത് ഇന്ന കഴിവുകൊണ്ടും ഇന്നതുകൊണ്ടൊക്കെയാണ്. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേറെ ഒരു വഴിയും കാണാതെ ഉള്ളുരുകി മനസ്സുരുകി പടച്ചോനെ എന്താ ചെയ്യുക റബ്ബേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ര ആളുകളെ പ്രശ്നങ്ങളിൽ പടച്ചോൻ ഇടപെടുന്ന രീതി. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരി വന്നു, 24 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സഹോദരിക്ക് 2 കുട്ടികൾ കയ്യിൽ. ഞാൻ വിചാരിച്ചു ഒരു ഇരട്ട പ്രസവിച്ച കുട്ടികളാണ്. അപ്പോൾ ഇരട്ടല്ല പറഞ്ഞു, 1 വയസ്സിൻ്റെ കഷ്ടി വ്യത്യാസമുള്ള കുട്ടികൾ. കൊണ്ടുവന്നത് വല്യമ്മയാണ്.
വാപ്പാക്ക് സുഖമില്ലേറ്റ് ഉമ്മ വാപ്പാൻ്റെ അടുത്താണ്. ഞാൻ വല്യമ്മയാണ്, അവളുടെ ഭർത്താവ് മരിച്ചതാണ്, നല്ല ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ വരെ സഹായിക്കണം. സത്യത്തിൽ ഒരു 24 വയസ്സായ പെൺകുട്ടി നല്ല വേഷം വസ്ത്രമൊക്കെ ധരിച്ച് ഒരു ഇസ്ലാമിക കോലത്തിൽ ഇങ്ങനെ വന്ന് താൽക്കാലിക ആശ്വാസമൊക്കെ കൊടുത്തിട്ട് ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഈ വീട്ടിലെ അവസ്ഥ ഇയും കൂടി പഠിക്കേണ്ടി വരും, ഒറ്റക്ക് പോകാൻ പറ്റില്ല. ഈ കയറി തന്നെ അടുത്ത ദിവസം ഞാനും ഓളും കൂട്ടി അങ്ങനെ പോയി. സാധാരണ ഇവ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ വഴി തെറ്റുന്ന പ്രശ്നമൊന്നുമില്ല. സഫീർ ഉണ്ടെങ്കിൽ പിന്നെ ഗൂഗിൾ പറഞ്ഞാലും ഓൻ പറഞ്ഞാലും ശരിയാച്ച് ഓൻ പറഞ്ഞാലേക്കാരെ ശരി. പക്ഷെ ഞാനൊറ്റക്ക് പോയത് പോയി ഞാനൊരു കോളനിയിലെത്തി. ഒരു കോളനിയാലും ഓർക്കുക, ഒരു വല്ലാത്ത കോളനിയിൽ ഒരു പീടിയുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, വെച്ചിട്ടുണ്ട് മുട്ടായി വാങ്ങ്, നമുക്ക് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാമെന്ന്. അപ്പോൾ മുട്ടായി വാങ്ങേണ്ട ഇടയിൽ ആ പീടിയക്കാരനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവൾ മുട്ടായി വാങ്ങിയിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞേ, ഈ പീടിയയിൽ പൈസ കൊടുക്കാണ്ടാക്കാറ്. അതെങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാണോ വെച്ചില്ല. പറഞ്ഞതല്ല, നമ്മളാരൊക്കെ ചോദിച്ച്. അപ്പോൾ അവിടേക്ക് പോകേണ്ടി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ദൈന്യത പറഞ്ഞു, നല്ല മനുഷ്യനാണ്, അധ്വാനിക്കുന്ന ആളാണ്, ഇപ്പോൾ പരിക്കേറ്റി കിടപ്പിലാണ്. അപ്പോൾ എങ്ങനെ ആളുവിനെ കഴിഞ്ഞു പോകണമെന്ന് ഇവിടെ ചോദിച്ചപ്പം പറഞ്ഞ്, ഞാനും കുടുംബ എന്തെങ്കിലുമൊക്കെ കൊടുക്കലില്ല, ഇവിടെ ഉണ്ട് ഒരു 2000 റുപ്യൻ്റെ അടുത്ത് കിട്ടാൻ, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, നല്ലവനാണ്, അധ്വാനിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ അധ്വാനിക്കണ നല്ല പണിക്ക് പോകണം, അവനൊരു പണിയായതുണ്ട്, അത് ഇല്ല അടവ് തെറ്റിയിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നും ചോദിച്ച് ശല്യം ചെയ്യുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ അസുഖം മാറിയാലും ആ സാധനം പോലും എടുത്തുകൊണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്, അവൻ കുടുങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പീടികയിലുള്ള പൈസ കൂട്ടിയിട്ട് കണക്ക് കൊണ്ടുവന്നപ്പോൾ 2000 താഴെയുള്ളൂ. അപ്പോൾ അവനൊരു 5000 റുപ്യ എടുത്തുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ എത്ര ആവശ്യം എടുത്തോളി, ബാക്കി നിങ്ങളൊരു ചില്ലാനം കൊടുത്താൽ ഞങ്ങൾക്കൊരു സക്കാത്ത് തന്നെ സംവിധാനമുണ്ട്, അത് ഈ കടക്കാർക്ക് കൊടുക്കാനുള്ളതാണ്, അത് മിസ്കീന് ഫക്കീർ ഇത്തിരി കാരണം ഇതിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ സക്കാത്ത് ഇങ്ങനെയൊക്കെയുള്ള ഉപകാരപ്പെട്ടതാണ് ഞങ്ങളെ സക്കാത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് അപ്പോൾ പീടിയക്കാരന് പറഞ്ഞു, ഞാൻ തന്നെ 200 റുപ്യൊക്കെ കുറച്ച് കൊടുക്കാറുണ്ട്, അവന് കുറച്ചുകൂടി ബാക്കി നിങ്ങൾ സാധനം വാങ്ങി കൊടുത്തല്ലേ പറഞ്ഞു. ഇവർ വരുമ്പോൾ 1000 റുപ്യ കൊടുത്തോളേണ്ടായിരുന്നു. ഒരു വഴിയൊക്കെ പറഞ്ഞെന്ന് അവൻ തന്നെ എൻ്റെ ഫോണെടുത്ത് വിളിച്ചിട്ട്, ആ താത്ത നിങ്ങൾ റോട്ട് കയറിക്ക്, ഒരു വഴി തെറ്റിഞ്ഞ് വന്നാൽ എന്നൊക്കെ പറഞ്ഞ് വേറെ റോട്ട് കയറി. കുറേ ഉള്ളോട്ട് കോളനിയല്ല, ഇങ്ങനെ കയറി പോകണം. കോളനി ചെന്നൊക്കെപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ ഈ കടപ്പുറത്തൊക്കെ കാണുന്നത് പോലെ ഒരു ഫ്ലക്സ് ഷീറ്റിട്ടൊരു വീട്. അപ്പം അടിയിൽ നിന്ന് പോയപ്പോഴൊക്കെ നോക്കുമ്പോൾ ഓടിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം പട്ടികയും കക്കുകളൊക്കെ ചെലവഴിച്ചിട്ട് മഴ കൊണ്ട് ഇതാക്കാൻ വേണ്ടി കിട്ടിയതാണ്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി, വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവിടെ ഈ സഹോദരൻ കാല് നീട്ടിച്ചിരിക്കുന്നുണ്ട്, അവളുടെ ഭാര്യ ആളുടെ അടുത്തുണ്ട്, ഇവിടെ വന്നിനെ വല്യമ്മ ഉണ്ട്, ഒരു 40 വയസ്സായ ഒരു സഹോദരി ബുദ്ധി വളർച്ച ഇല്ലാതെ അത് ഈ വീട്ടിലുണ്ട്, ഭർത്താവ് മരിച്ചു വന്ന ഈ സഹോദരിയും ഇതിൻ്റെ 2 ചെറിയ മക്കളുണ്ട്, വേറെ ഒരു മകളെ കല്യാണം കഴിച്ച് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, ആ മകളെ വേറെ സ്ഥലത്ത് കെട്ടിച്ച് അതിലൊരു കുട്ടി ഇവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 10-11 ആളുകൾ ഈ ചോർന്നൊലിക്കൻ്റെ വീട്ടിൽ ഈ ഒരു കുടുംബനാഥൻ്റെ ഏക ആശ്രയം. സഹായിക്കാൻ നാട്ടുകാരോ അലക്കക്കാരോ ഒന്നും കാര്യമായിട്ടില്ലാത്തൊരു മനുഷ്യൻ. വർത്താനൊക്കെ പറഞ്ഞ് പോരുമ്പോൾ നിങ്ങൾക്കെല്ലാം കടക്ക് വല്ലതുണ്ടോ ഇവിടെ, എന്താ ഇപ്പോൾ സ്ഥിതി വെച്ച് പറഞ്ഞ്. അപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് കാണിച്ചു തന്നു, എനിക്ക് ഒരു പണിയായുധമുണ്ട്, പണിക്ക് പോകാനല്ല പൈസ ഇട്ടിരുന്നു, പക്ഷേ പണിയായുധം പിടിച്ച് കൊണ്ടുപോകും, അതിലൊരു 12,500 റുപ്യ അടക്കാണ്ട്. അപ്പോൾ ആ മെഷീൻ ഇത് കൊണ്ടുപോകുന്നുണ്ട്, വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു ഇതിൻ്റെ കാല് വെച്ചിട്ട് പണിക്ക് പോകാൻ, ഇനിയിപ്പോൾ ഒരു മാസം കൂടി കഴിച്ചാൽ പണിക്ക് പോകാൻ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ മെഷീനും പോവും, അസുഖം മാറുമ്പോൾ ഇതിൻ്റെ മെഷീനും ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നിങ്ങൾ ആ മെഷീൻ്റെ പൈസ കൊടുത്തളേ. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആകെ അന്തം വിട്ടു. പോരാ നേരത്ത് വെച്ച് പിന്നെ വല്ല കടം വേറെ ഉണ്ടോ വെച്ച്. അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്നത്, ഞങ്ങളെ പീടികയിൽ പൈസ കൊടുക്കാണ്ടോ ചോദിച്ചേ. അപ്പോൾ ഒരു പറഞ്ഞു വെച്ചു, ഒരു പറഞ്ഞതല്ല, എൻ്റെ പെണ്ണുങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ്, അവൾ ഇങ്ങനെ മുട്ടായി കഴിയുമ്പോൾ പറഞ്ഞാണ്. അപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊരു ഓരോ മാസം കുറച്ച് പൈസ സാധനം വാങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു മേപ്പെട്ട് വെക്കുന്നത്. സത്യത്തിൽ ഈ വിഷയങ്ങളൊന്നും പറയാനല്ല ആ സഹോദരിയുടെ വന്നത്. വഴിതെറ്റിപ്പോയി അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പോണത് ഈ 2 കുട്ടികളെയും ഉമ്മാനെയും എന്ത് സഹായിക്കാൻ പറ്റും നോക്കാനാണ്. ബാപ്പാൻ്റെ കടം വീട്ടാനും ബാപ്പാക്ക് പണിയായുധം വാങ്ങിയ കടം വീട്ടാനും ഓരോ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും പഠിക്കാനൊന്നും അല്ല, നമ്മൾ അജണ്ടയിൽ ഇല്ലല്ലോ. അവിടെയാണ് നമ്മൾ വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാവുന്നു. മറ്റു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു വല്ലാഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. ഹൃദയത്തിനുള്ളിലുള്ള എല്ലാ കാര്യവും, അത് ഈ കാര്യം മാത്രം എല്ലാ കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാപ്പാന്ന അടിസ്ഥാനത്തിൽ
ആ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും എൻ്റെ ഉമ്മാനെ നോക്കണം, ഉമ്മക്ക് വേറെ ആൺമക്കളില്ല, ഭാര്യനെ നോക്കണം, ഭർത്താവ് മരിച്ച് തിരിച്ചു വന്ന മകളും ഉള്ള 2 കുട്ടികളും നോക്കണം, ബുദ്ധി വളർച്ചയില്ലാത്ത സഹോദരനെ നോക്കണം. എൻ്റെ ശരീരം ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇനി എന്തു ചെയ്യും പടച്ചോനെ എന്നുള്ള ആ പടച്ചോനോടുള്ള ഒരു സംസാരം, അതിന് പടച്ചോനുണ്ടാക്കണ ഒരു വല്ലാത്ത ഒരു തുറവിയായിട്ട് എനിക്ക് തോന്നുന്നു. പടച്ചോനെ എന്താ കാട്ടുക എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കാട്ടെ വരാതിരിക്കും. ഒരു പ്രശ്നം വന്നാൽ നമ്മളെന്താ പറയുക, ഇന്നോടത്ത് ഇന്നോനെ പോയി കാണാം. ഇപ്പം നമ്മൾ വ്യക്തിപരമായിട്ടാണെങ്കിലും നമ്മൾ പ്രവർത്തന മേഖലകളിലൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം വരാൻ നമുക്ക് ഇന്ന ആളൊന്ന് പോയി കാണാം, നമുക്ക് ഇന്നോരൊന്ന് മുട്ടി വെക്കാം. പക്ഷെ ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച്, അല്ലെങ്കിൽ ഞാൻ അന്നത്തെ ഫർള് നിസ്കാരത്തിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവനോട് സുജൂദ് കടന്ന് ചോദിക്കും, ഈ ലോകം പരിപാലിക്കുന്ന റബ്ബല്ലേ, ഇന്നൊരു പ്രശ്നത്തെ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തീരുമാനം എടുക്കുക എന്നുള്ളത് നമ്മൾ കൂട്ടായിട്ടാണെങ്കിലും ഇനി വ്യക്തിപരമായിട്ടാണെങ്കിലും ഇനി കുടുംബത്തിലെ പ്രശ്നം വരും, മക്കളും കുട്ടികളും എല്ലാവരും കൂടി കൂടിയിരുന്നിട്ട് നമ്മൾ ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ചവനോട് എല്ലാവരും കൂടി അങ്ങനെ ദുആർക്കുക. ഇന്നത്തെ ഫർള് നിസ്കാരങ്ങൾ മുഴുവനും അതിന് ശേഷം ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രശ്നം വരുമ്പോൾ പടച്ചവനെല്ലാം ആദ്യം ഇടപെടിക്കുന്നതിന് മുന്നിൽ പ്രശ്നം വരുമ്പോൾ ആദ്യം എന്താ തോന്നുക? പല മീറ്റിങ്ങുകളും പല സ്ഥലത്തൊക്കെ, നമ്മളതല്ലാത്ത മീറ്റിംഗ്, നമ്മളെ മീറ്റിങ്ങിൽ അങ്ങനത്തെ ചർച്ച ഉണ്ടായില്ല. പല സ്ഥലത്തൊക്കെ പോയി ഫണ്ടിന് എന്താ കാട്ടുക, ഫണ്ടിന് അല്ലാണ്ട് ചോദിക്കണം. അല്ല എന്നാലും അപ്പോൾ പടച്ചോൻ തരാറിഞ്ഞാൽ അല്ല എന്നാലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾ ഒരു തീരുമാനം എടുക്കി. തീരുമാനം എടുത്തിട്ട് പടച്ചോനോട് പറയും, പടച്ചോൻ ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് ഇതിന് പൈസ കിട്ടണം, വഴികളില്ല എന്ന് പടച്ചോനോട് നിരന്തരം പറഞ്ഞാൽ പടച്ചോൻ തരും. ഇപ്പോൾ ഈ ഞങ്ങൾ വഴിതെറ്റി കണ്ണൂർ കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എത്തിപ്പെട്ടത്, ആ കുട്ടി ഇന്നലെ ആ ഭൂമി രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആ ഭൂമിയൊക്കെ നിരത്തിൻ്റെ ശേഷം ആ കുറച്ചിരി കുണ്ടും കൊയ്യ ഒരു മരമൊക്കെ ഉണ്ടാക്കും മുറിച്ചതിൻ്റെ ശേഷം ഞാൻ മനസ്സൊരുക്കി കുറേ പടച്ചോനെ പ്രാർത്ഥിച്ച് കാക്കാം, പടച്ചോൻ ഇറക്കിയതുകൊണ്ട് നിങ്ങളെല്ലാം ആ വൈക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ നിങ്ങൾ ഇന്നെ കാണാൻ വന്നതല്ലല്ലോ, നിങ്ങൾ വേറെ വഴിക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് അശ്വനെ വിളിപ്പിച്ച് ഇങ്ങനെ വിളിച്ചാണല്ലോ, അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് പടച്ചോൻ തന്ന ഉത്തരമാണ് കാക്ക. കാരണം രാത്രി ഒരുപാട് കരഞ്ഞു പറയും. ഞാൻ പറഞ്ഞു നമുക്കതിൽ വലിയ പങ്കൊന്നുമില്ല, നിങ്ങൾ പടച്ചോനോട് ഇങ്ങനെ പറയുമ്പോൾ പടച്ചോനെ അതിങ്ങനെ അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളത്, അതല്ലാതെ നമുക്കായിട്ടില്ല വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിതിൽ ഉണ്ടാക്കേണ്ട ഒരു പാഠച്ചാൽ പ്രശ്നം വരുമ്പോൾ പടച്ചോനെ പ്രശ്നങ്ങൾ ഇടപെടിക്കുക എന്നല്ല. അതാണ് ഇവിടെ വരുന്ന സഹോദരിമാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1265 സഹോദരിമാർ ഭർത്താവിൻ്റെ തണൽ നഷ്ടപ്പെട്ട് വിസ്മയിലുണ്ട്. 1265 സഹോദരിമാർക്ക് കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെ ഓർഫൻ കെയറിൽ നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഓരോ 3000-ൻ്റെ അടുത്തോളം കുട്ടികളുണ്ടല്ലോ. ഒരുപാട് പൈസ, അള്ളാഹിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ഉദാരമതികളായ സഹോദരന്മാരെ പിന്തുണയിൽ ഈ 1265 സഹോദരിമാർക്കും ഇവിടുന്ന് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ മക്കൾ, ഒരു 3000-ഓളം വരുന്ന മക്കൾ പട്ടിണിയില്ലാതെ ജീവിക്കുന്നുണ്ട്. ഇവരിങ്ങനെ പടച്ചോനെന്ന് വിളിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് ഏതെങ്കിലും സഹോദരങ്ങളും സഹോദരിമാരും ഒരു കുടുംബത്തെ ഞാൻ സ്പോൺസർ ചെയ്തോളാം, 2 കുടുംബത്തിന് ഞാൻ സ്പോൺസർ ചെയ്തോളാം, ഞാൻ 10 കുടുംബത്തിന് തന്നോളാം. നമ്മളൊന്നും ഇപ്പോൾ ഞാനൊന്നും അങ്ങനെ ഒരുപാട് ആളെ പോയിട്ട് ചോദിച്ചുണ്ടാക്കിയിട്ടൊന്നും അല്ല പൈസ. നിങ്ങൾ പലരും അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ അദൃശ്യപരമായ ഇടപെടൽ. ഇവർ ഏതെങ്കിലും പടച്ചോനെ കുട്ടികളെ വാപ്പ പോയല്ലോ, ഈ മക്കൾക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ പടച്ചോനായിട്ടുണ്ടാക്കുന്ന തുറവികൾ. അപ്പോൾ ഈ അള്ളാഹുവിൽ ഏൽപ്പിക്കുമ്പോൾ അള്ള ഉണ്ടാക്കുന്ന തുറവിയാണ്. നല്ല തവക്കുലാണ് നമുക്കിതിലാവശ്യം. ഇവിടെ വേണ്ട ഈ സഹോദരിമാരൊക്കെ ഭയങ്കര തവക്കുലാണ്. ഞാൻ അടുത്ത സമയത്തൊരു സംസാരം കേട്ട്, ആ കുട്ടികളെ വാപ്പ മരിച്ച് ഇഞ്ഞെത്താ കാട്ടുകയെന്ന്, അത് പറയുന്ന ആൾക്കാർ ഇഞ്ഞെത്താ കാട്ടുകയെന്ന്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു പോകണു, അന്നദാതാവ് ഇവിടെ ജീവിക്കുന്നുണ്ട്, അന്നം തിന്നു പോണ ആളാണ് മരിച്ചത്, അവനെനിക്ക് പേടി, ഞാൻ ഉണ്ടാക്കി കൊണ്ട് തിന്നുന്ന ആളാണ് മരിച്ചു പോയത്, അന്നദാതാവ് എന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ബേജാറില്ല, അന്നം തരണോൻ ഞങ്ങൾക്ക് ഇനി അന്നം തരും എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഒരു വിശ്വാസം ഭയങ്കര ആഴത്തിൽ കയറിയാൽ നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ മതത്തിൽ പരിശ്രമിക്കാനുള്ള സമയം നമുക്ക് കണ്ടെത്താനാവും. അന്നദാതാവ് അള്ളാഹുവാണ്, അന്നം തരും. അതിൻ്റെ അടുത്ത് അന്നം തരുന്നതിന് ഉണ്ടാക്കാനല്ല. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മളിതിന് ചിലവഴിച്ചാൽ അന്നദാതാവ് നമ്മൾ അന്നത്തിൽ ബർക്കത്ത് തരുന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ ആ ഒരു ബോധ്യം, അത് പറച്ചില്ലല്ല, അത് ബോധ്യം ഉള്ളിൽ കറങ്ങണം. അന്നദാതാവ് എൻ്റേതായാലും ഇപ്പം ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ട് പിന്നെന്താ കാട്ടുമെന്ന് വെച്ചപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തിന്നുന്ന ആളാണ് മരിച്ചു പോയത്, അന്നം തരുന്ന ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാനുള്ള ഒരു സാധാരണക്കാര സ്ത്രീൻ്റെ ആ ഒരു ഈമാൻ അങ്ങനത്തെ ഈമാൻ നമ്മൾ കരസ്ഥാക്കാൻ നമുക്ക് നോക്കുകയാണ്. അപ്പം ഇനി എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ ഇനി പടച്ചോനൊരു വഴി ഉണ്ടാക്കി തരും.
പക്ഷേ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളില്ല. ഇപ്പോൾ ഒരു 1265 സഹോദരിമാർ ഓർഫൻ കെയറിലുണ്ടെന്ന് പറയുമ്പോഴും ഇതിൽ വാടക വീട് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കോട്ടേജ് താമസിക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഭർത്താവിൻ്റെ സ്വന്തം തറവാട്ടിൽ വരുമ്പോൾ ആയ സമയത്ത് കല്യാണം കഴിച്ച സമയത്ത് ബാപ്പ ഉണ്ടേനി, ഇപ്പം ബാപ്പയില്ല തിരിച്ചു വരുമ്പോൾ. അപ്പോഴേക്ക് ഇതൊക്കെ അന്യായപ്പെട്ട് പോയി, ഇവിടേക്കല്ലാതെ വരാൻ നിർവാഹമില്ലല്ലോ, അതൊക്കെ അവകാശങ്ങളിൽ മാറിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും തിരിച്ചു വന്നിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഉള്ളു കുടുങ്ങിയ കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഓർഫൻ കെയറിൽ, മനോരോഗം വന്ന ആളുകളുണ്ട്, മറ്റു പല രോഗങ്ങളുണ്ട്, ഗർഭപാത്രപരമായ ഗർഭാശയത്തിന് ബന്ധപ്പെട്ട രോഗങ്ങൾ ഒരുപാട് സഹോദരിമാരുണ്ട്, മറ്റു പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ ഓരൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ ഒരു പടച്ചോനെ എന്ന് വിളിക്കുമ്പോൾ പല സഹോദരിമാരും അദാലത്തുകളൊക്കെ ഒന്ന് സംസാരിക്കുമ്പോൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചപ്പം പടച്ചോൻ ഉണ്ടാക്കി തന്ന വഴികളാണ്. എനിക്ക് ഇത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സർജറി ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ ചെയ്യുന്ന പടച്ചോണ്ട് ചോദിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് പലരും പറഞ്ഞത്. ഞങ്ങളെ പ്രശ്നത്തിൻ്റെ ലിസ്റ്റിട്ടൊന്നും ഇവിടെ ആരും വരലില്ല, ഒരു ലിസ്റ്റൊക്കെ നേരെ പടച്ചോൻ്റെ അടുത്ത് കേൾപ്പിക്കുകയാണ്. ആ സമയത്തൊക്കെ ഇവിടെ കയറി വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും സക്കാത്തിൻ്റെ പൈസ അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കാനുള്ള പൈസ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചോദിക്കുമ്പോഴാണ് മരുന്ന് ചീട്ട് വരുന്നതും ഡോക്ടർ പരിശോധിക്കുന്നതും ഇന്ന നിർബന്ധമാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. അപ്പോൾ പടച്ചോനെ പ്രശ്നങ്ങൾ ഇടപെടിക്കുന്ന ആൾ. പക്ഷെ നമുക്കിതിൽ വലിയ പാടുണ്ട്, നമുക്കൊക്കെ വലിയ പാടുണ്ട്. ഈ സഹോദരിമാരും ഈ പടച്ചോനോട് ചോദിച്ചു വാങ്ങുമ്പോൾ നമുക്കൊക്കെ കുറച്ച് കൂടുതൽ നമ്മൾ പടച്ചോനെ കൊള്ളെടുക്കാനും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ ശുക്ർ ചെയ്യാൻ നമുക്ക് വേണം. ഈ സംഗതി, ഈ ഒരു ബോധ്യപ്പെടുത്തലാണ് നമ്മൾ ഇവിടുത്തെ ഖുർആൻ ക്ലാസ്സിലൂടെ നടന്നു പോകുന്നത്. അള്ളാഹുവാണ് കാര്യം നടത്തണം. ആ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിക്കോ വ്യക്തിക്കോ സംഘടനക്കോ ജീവിച്ചതോ ബിസ്മിക്കോ ആർക്കും ഇങ്ങനെ അള്ളാഹുങ്ങളെ കാര്യത്തിൽ ഇടപെടണം. അള്ളാഹുങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങൾ ഇടപെടിക്കണം. ചോദിക്കും തോറും ഇഷ്ടമുള്ളൊരു പടച്ചോനാണ്. പടപ്പുകളോട് പലപ്പോഴും ചോദിക്കും തോറും വെറുപ്പാവും, ചോദിക്കും തോറും പലർക്കും വെറുപ്പാവും ഉണ്ടാവുക. പക്ഷെ പടച്ചോൻ ചോദിക്കും തോറും ഇഷ്ടമുള്ളൊരു പടച്ചോനാണ്. മാത്രമല്ല ചോദിക്കുന്നതിനൊരു പുണ്യമായി രേഖപ്പെടുത്തി, ചോദ്യത്തിന് അതൊരു നന്മയായി രേഖപ്പെടുത്തി അതിനൊരു പ്രതിഫലം തരും എന്നുള്ള ഓഫർ കൊടുത്തൊരു പടച്ചോനാണ്. നമ്മളൊരു കാര്യം, എനിക്കൊരു പ്രശ്നം, പടച്ചോൻ്റെ കാലിൻ്റെ വേദന മാറ്റിക്കൊണ്ടാ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല, നിന്ന് ഫുള്ള് 5 നേരം നിസ്കരിക്കാൻ കഴിയില്ല, 4 വക്ത് പൊന്താൻ കഴിയില്ല എന്ന് ഞാൻ എൻ്റെ വേദന പടച്ചോനോട് പറഞ്ഞാൽ ആ ചോദിച്ചതിന് തന്നെ ഒരു പുണ്യം കിട്ടും, അസുഖം മാറി കിട്ടിയാൽ വേറെയും കിട്ടും. അപ്പം ഇങ്ങനെ ചോദിക്കുന്നതിന് പുണ്യം കിട്ടുമെന്ന് പഠിപ്പിച്ചൊരു പടച്ചോനുണ്ട്. ആ പടച്ചോനെയാണ് നമ്മൾ ഈ ഓർഫൻ കെയറിലൂടെ നമ്മൾ ഈ സഹോദരിമാർക്കും പഠിപ്പിച്ചു. ആ വിശ്വാസം ഉൾക്കൊണ്ടിട്ടാണ് ഇവർ നിരന്തരം പടച്ചോനോട് ചോദിക്കുന്നതും പടച്ചോനെ ഓരോ കാര്യത്തിൽ ഇടപെടുന്നതും. ഇത് നമുക്ക് വലിയ പാടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പടച്ചോനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് പടച്ചോൻ തൗഫീഖ്. അപ്പോൾ മാത്രമല്ല ചോദിക്കും തോറും ഇഷ്ടമുള്ളൊരു പടച്ചോൻ നമുക്കറിയാം. വൈദാ സാലക ഇബാദി അന്നി ഫൈനി ഖരീബ് ഉജീബ് ദാവത്ത് ദാഇദാ ദഅൻ ഫലസ്തജീബൂലി വൽ യുമിനു ബി ലഅല്ലഹും യർഷദൂൻ. നിന്നോട് എൻ്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണത്. അപ്പോൾ എന്താ വെച്ചാൽ സമീപസ്ഥനായൊരു പടച്ചോൻ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ജീവിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്കറിയാം. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ പടച്ചോനെ മനസ്സിലാക്കി പടച്ചോനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കണം. അപ്പോൾ നമ്മൾ ചോദിച്ചു മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന നാട് ഇവിടെ അല്ലല്ലോ. മുഴുവനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ചോദിച്ചതൊക്കെ കിട്ടുന്ന ലോകം അത് സ്വർഗം മാത്രമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഓരോ ആളുകൾക്കും ഇവിടെ ഇപ്പോൾ ഈ സസിലിരിക്കണ എനിക്ക് എൻ്റേതായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ മസ്ലം സൈദാൽകുട്ടി സാഹിബ് മുതൽ അബ്ദുറഹ്മാൻ മുതൽ ഇങ്ങനെ പോയിട്ട് എല്ലാ ആളുകൾക്കും ഓരോ ആളുകളായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. മുഴുവനും പ്രശ്നങ്ങൾ 100% പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു നാട് അതിവിടെ അല്ല, അത് നാളെ സ്വർഗത്തിലാണ്. അതും കൂടി നമുക്കൊരു ബോധ്യം വേണം. നമ്മൾ 100% പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങി പുറപ്പെടുള്ളൂ, എന്നിട്ടേ ഞാൻ കൊടുക്കുകയുള്ളൂ, എന്നിട്ടേ എനിക്ക് ടെൻഷൻ തീരുള്ളൂ എന്നുള്ള ആ ഒരു ധാരണ പലപ്പോഴും എടുത്തുണ്ടാവും. എൻ്റെ എല്ലാ പ്രശ്നം അപ്പോൾ നമുക്ക് 7 ദിവസം പോരാ, ഓടിയിട്ട് തീരുന്നില്ല. അപ്പോൾ ഈ എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ ഓടാൻ തീരുമാനിച്ചാൽ അത് തീരില്ല. ആ പ്രശ്നം പരിഹരിക്കണ ഒന്നും പ്രശ്നമില്ലാത്ത ചോദിക്കണതെല്ലാം കിട്ടണേ, പാലരുവികളും തേനരുവികളും എല്ലാം ചോദിക്കണം ചിന്തിക്കണം ഒക്കെ എപ്പോഴും കിട്ടണേ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു ഹൃദയം ചിന്തിച്ചിട്ടില്ലാത്ത വിഭവങ്ങൾ ഒരുക്കി കിട്ടുന്ന ഒരു സ്ഥലം അത് സ്വർഗം മാത്രമാണ്.
ആ സ്വർഗം കിട്ടാൻ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സമയവും സമ്പത്തും നമുക്കുള്ള അറിവും നമ്മൾ ചിലവഴിച്ചാൽ നമുക്ക് ഇവിടെ സമാധാനം ഉണ്ടാവും, നാളെ സ്വർഗത്തിൽ സമാധാനം ഉണ്ടാവും. ആ രീതിയിൽ അള്ളാഹിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി സൽക്കർമ്മങ്ങൾ മുന്നേറാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൽ നമുക്കൊന്നും വലിയ പങ്കില്ല. അപ്പം ഇവിടെ ഇഷ്ടം പോകണം പൈസ ഉണ്ടായിട്ടാണ് സ്ഥലമായി കൊടുക്കണം, വീടുണ്ടാക്കി കൊടുക്കണം, ഒന്നുമല്ല. ഈ ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിച്ച് പഠിച്ചവനോട് അടുക്കുന്ന ആളുകൾക്ക് പഠിച്ചവൻ പെട്ടെന്ന് തുറവിയുണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഇപ്പം നമ്മളിവിടെ വരുന്ന ആളുകൾക്കൊക്കെ വന്ന 24 മണിക്കൂറിനുള്ളിൽ 5 സെൻറ്റ് സ്ഥലം വരും വാങ്ങി കൊടുക്കാൻ നമ്മൾ 1400 200 ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളങ്ങനെ ധരിക്കരുത്. അപ്പോൾ നമ്മൾ വെച്ചാൽ പഠിച്ചവനെ സ്വന്തമാക്കി ആരാണോ കൂടുതൽ പഠിച്ചവനെ കൊള്ളെടുക്കുന്നത് അപ്പോൾ പഠിച്ചവൻ ഉണ്ടാക്കി തരുന്ന ഒരു തുറവിയാണ്. ആ തുറവിക്കൊരു കാരണം നമ്മളാക്കി മാറ്റാം. നമ്മളൊരു പോസ്റ്റ്മാൻ്റെ പണി മാത്രമല്ല. അപ്പോൾ പഠിച്ചവനെ പറ്റിയ ആളുകൾ നമുക്ക് ഇറക്കി തരാമെന്നുള്ളതാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൽ ബരയേൽപ്പിച്ച് സമാധാനത്തോടെ ജീവിച്ച് ഉള്ള സമയവും സമ്പത്തും ശരീരമൊക്കെ അള്ളാഹിനെ മാത്രം ചിലവഴിച്ച് പോണ ഭാഗ്യവാൻ അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണേ വീടിനായാലും സ്ഥലത്തിനായാലും കുട്ടികൾക്ക് സ്കോളർഷിപ്പായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും മരുന്നായാലും പെൻഷനായാലും സക്കാത്തായാലും എന്തായാലും ഒരു നോട്ടം കൊണ്ട് ഒരു പ്രാർത്ഥന കൊണ്ടും ഒരു റിയാലോ ഒരു ദൃഹമം കൊണ്ടും ബിസ്മിൻ്റെ ഒപ്പം നിൽക്കണേ എല്ലാ ആളുകൾക്കും പഠിച്ച റബ്ബ് ദുനിയാവിൽ സമാധാനം നാളെ സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ ഈ പ്രവർത്തനമൊക്കെ നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത